കൃഷി ചെയ്യുന്നതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണ് പറഞ്ഞത് എന്നാണ് പറയാൻ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മൻ കാന ലഹു അർളുൻ ഫൽ യസ്രിഅഹ, ഒരാൾക്ക് ഭൂമി ഉണ്ടെങ്കിൽ ഫൽ യസ്രിഅഹ, അവൻ അതിൽ കൃഷി ചെയ്യട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്. അപ്പോൾ ഭൂമിയുള്ളവരെന്ത് ചെയ്യണം? കൃഷി ചെയ്യണം എന്ന് പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കൃഷി ചെയ്യണം. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എത്രത്തോളം പറഞ്ഞു എന്നറിയോ? അന്ത്യനാൾ ആഗതമാകുമ്പോൾ, അഥവാ ഖിയാമത്ത് നാളിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുകയാണ്, വലിയ അടയാളങ്ങളൊക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ വബി അഹദിക്കും, നിങ്ങളുടെ ഒരാളുടെ കയ്യിൽ ഒരു തൈ ഉണ്ടെങ്കിൽ ഫൽ യഗ്രിസ്ഹ, അത് നടണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്. അന്ത്യനാൾ നടക്കുകയാണ്. അപ്പോൾ ഒരു തൈ നമുക്ക് നടാനുണ്ട്, എന്നാൽ അത് നടണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നത്. അന്ത്യനാളായില്ലേ, ഖിയാമത്ത് നാൾ സംഭവിക്കല്ലേ, ഇനി എന്തിനാ നടുന്നത്, ഇനി തൈ നട്ടിട്ട് എന്തിനാ എന്ന് ചിന്തിക്കരുത്, അത് നന്മയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സമയത്തും തൈ നടുന്നതിന് പ്രതിഫലമുണ്ട്. അത്ര മാത്രം ഘട്ടത്തിലാണെങ്കിലും നിങ്ങൾ കൃഷി ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, നിങ്ങൾ കൃഷി ചെയ്യണം, അതിൽ ബറക്കത്തുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്. നമ്മൾ കൃഷി ചെയ്തു, അതിൽ നിന്ന് മനുഷ്യൻ ഭക്ഷിച്ചു, അല്ലെങ്കിൽ മറ്റു ജീവികൾ, മൃഗങ്ങൾ ഭക്ഷിച്ചു, എന്നാൽ നമുക്ക് അതിന് കൂലിയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാൻ. മാത്രമല്ല, പ്രകൃതിയിൽ നമ്മൾ കൃഷി ചെയ്താൽ അത് മനുഷ്യന് തന്നെ ധാരാളം നേട്ടങ്ങളുണ്ട്. പ്രകൃതിയുടെ ദുരന്തങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കും കൃഷി. അപ്പോൾ നമ്മളിപ്പോൾ ഒരു മരം നട്ടാൽ ആ മരം കൊണ്ട് നമുക്ക് എന്താണ് ഗുണം? നമുക്ക് ശക്തമായി അടിച്ചു വീശുന്ന കാറ്റുകൾ, അതിൻ്റെ ശക്തി കുറക്കാൻ മരങ്ങൾക്ക് കഴിയുന്നുണ്ട്. മാത്രമല്ല, മരത്തിൻ്റെ വേരുകൾ മണ്ണിൻ്റെ അടിയിലേക്ക് ഇറങ്ങുന്നത് കാരണം മണ്ണൊലിപ്പ് തടയാൻ കൃഷി കാരണമാവുകയാണ്. മാത്രമല്ല, മരം നമുക്ക് തണൽ നൽകുന്നുണ്ട്, അതുപോലെ വെള്ളം സംരക്ഷിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് കൃഷി കൊണ്ട്. അപ്പോൾ നമ്മൾ മരം നടണം, അതുപോലെ മറ്റു തൈകൾ നടണം, ഫലങ്ങളുണ്ടാകുന്ന തൈകളും. ഇനി മരങ്ങൾ ഒന്നും ഉണ്ടാവാത്ത മരങ്ങളാണെങ്കിലും അത് നമ്മൾ എന്ത് ചെയ്യണം? നടണം. അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്ന്. അപ്പോൾ നമ്മൾ കൃഷി ചെയ്താൽ അത് നമുക്ക് വലിയ നേട്ടമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, അത് ബറക്കത്തുള്ളതാണ്. ഭൂമിയുള്ളവർ കൃഷി ചെയ്യണമെന്ന് പറയുന്നുണ്ട്, തൈ നടണമെന്ന് പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ തൈകൾ നടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കൃഷികൾ നമ്മൾ ചെയ്യണം. നമ്മുടെ വീടിൻ്റെ പരിസരത്ത്, അല്ലെങ്കിൽ നമുക്ക് ഭൂമിയുണ്ടെങ്കിൽ അവിടെ നമ്മൾ കൃഷി ചെയ്തുകൊണ്ട് നമ്മളെ ഭൂമി സജീവമാക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ ചെയ്താൽ നമുക്കതിന് പ്രതിഫലമുണ്ട്. അതിൽ നിന്ന് കായ്കനികൾ, പഴങ്ങൾ മറ്റുള്ളവർ ഭക്ഷിച്ചാലും, കൃഷിയിൽ നിന്ന്
മറ്റു പക്ഷികൾ, ജീവജാലങ്ങൾ, മൃഗങ്ങൾ ഒക്കെ ഭക്ഷിച്ചാലും നമുക്ക് കൂലിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ മരം നടണം, അതുപോലെ കൃഷി ചെയ്യണം. നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ ഇസ്ലാം അത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മൾ ചെയ്ത കൃഷികളിലൊക്കെ അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. കൃഷി ചെയ്യാനുള്ള എല്ലാവിധ തൗഫീഖും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.